വന്യജീവി ശല്യത്തിൽ പൊറുതിമുട്ടി കർഷകർ. കോഴിക്കോട് വിലങ്ങാട് കുരങ്ങുകൾ കൂട്ടമായി എത്തി വിളകൾ നശിപ്പിക്കുന്നത് നിരവധി കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്. പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് കർഷകർ പറയുന്നത്. കാട്ടാനകളും കാട്ടുപന്നികളും മാത്രമല്ല, കുരങ്ങുകളും കർഷകരുടെ സ്വൈര്യം കെടുത്തുകയാണ്. കൂട്ടത്തോടെ എത്തുന്ന കുരങ്ങുകളെ പേടിച്ച് കുട്ടികൾക്കടക്കം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ വന്നതോടെ പുതുപ്പള്ളിയിൽ ജോഷി എന്ന കർഷകന് നിറയെ കായ്ച്ചു നിന്ന 18 തെങ്ങുകളാണ് മുറിച്ചു മാറ്റേണ്ടി വന്നത്. കുരങ്ങുകൾ വീട്ടുമുറ്റത്തെയും പറമ്പിലെയും തെങ്ങിൽ നിന്ന് തേങ്ങയും ഇളനീരും പറിച്ച് താഴേക്കിടുന്നതു കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം വന്നതോടെയാണിത്. ആദ്യമൊക്കെ ചിലവിനും പിന്നെ കുറച്ച് വിൽക്കാനും കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒരു തേങ്ങ പോലും കിട്ടുന്നില്ല. മുകളിലോട്ട് മുറ്റത്തുള്ള തെങ്ങിൻ്റെ വില കുരങ്ങ് വന്ന് തിന്നുകയാണ്. അപ്പോൾ പിന്നെ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണിക്ക് പോകുന്ന സമയത്ത് കുട്ടികളൊക്കെ ഇവിടെ നിന്ന് സ്കൂൾ വിട്ട് വരികയോ അല്ലെങ്കിൽ പള്ളിക്കൂടത്തിൽ പോകാൻ നിൽക്കുന്ന സമയത്ത് രാവിലെ തന്നെ കുരങ്ങിൻ്റെ ശല്യം തുടങ്ങും. എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. അപ്പോഴത്തെ അവരെ തിന്നാക്കളെയും മുറ്റത്തൂടെയൊക്കെ ഇറങ്ങി കളിച്ച് കഴിയുമ്പോൾ അവരുടെ തലയിലേക്ക് തേങ്ങ വീണ് ഒച്ചു പോകുന്നതിലും ഭേദമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തെങ്ങ് വെട്ടാനുള്ള സാഹചര്യമായത്. നിറയെ കായ്ച്ചു നിൽക്കുന്ന തെങ്ങുകൾ ഉണ്ടെങ്കിലും വീട്ടാവശ്യത്തിനു പോലും ലഭിക്കാറില്ല. കരിക്കടക്കം കുരങ്ങന്മാർ കൈക്കലാക്കുകയാണ്. കാട്ടാനകളും കാട്ടുപന്നിയും വ്യാപകമായി വിളകൾ നശിപ്പിക്കുകയാണ്. കൃഷി വകുപ്പിലും വനം വകുപ്പിലും നിരവധി തവണ പരാതി കൊടുത്തിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. കൃഷി നമുക്കൊന്നും കിട്ടുന്നില്ല. കൃഷി ചെയ്യാൻ മാത്രം. അപ്പം കരവാണെങ്കിൽ ഓരോ വർഷം കരം കൂട്ടുന്നു. പക്ഷെ നമുക്കതുകൊണ്ട് യാതൊരു ഗുണം നമുക്ക് കിട്ടുന്നില്ല. ഇത് ഉണ്ടാകുന്ന മുഴുവൻ മറ്റ് കാട്ടുമൃഗങ്ങളും പന്നിയായിട്ട് കുരങ്ങായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഒരു വിധത്തിലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ വന്നിരിക്കുന്നത് പല ആൾക്കാർക്ക്. കർഷകരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, കോഴിക്കോട്.